തവനൂർ ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്കായി നിർമ്മിച്ച ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ചടങ്ങിൽ KT ജലീൽ MLA അധ്യക്ഷനായി. ഫുട്ബോൾ ടർഫ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ചിൽഡ്രൻസ് ഹോമുകളിലെ കുട്ടികളുടെ സർവ്വതോന്മുഖ വികസനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന കായികമേളയിലും ശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിലും ഉന്നത വിജയം നേടിയ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസികൾക്കുള്ള ഉപഹാരവും മന്ത്രി കൈമാറി. പ്രത്യേക സംരക്ഷണം ആവശ്യമുള്ളവരാണ്, പ്രത്യേക കരുതൽ ആവശ്യമുള്ളവരാണ്. 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, ചൈൽഡ് കാറ്റഗറിയിൽ വരുന്ന എല്ലാവരും തന്നെ അവർ രാജ്യത്തിന്റെ പൊതുസ്വത്താണ്. അവര് യഥോചിതം സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് രാജ്യത്തിന്റെ ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാം കാണുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വ്യക്തിത്വ വികാസത്തിൽ, അവരുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന നിലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ ഹോമുകളിലും ഉണ്ടാകണമെന്നുള്ളത്. പണ്ടൊക്കെ നോക്കിയാൽ കുഞ്ഞുങ്ങൾക്കൊന്ന് ഇറങ്ങി കളിക്കാൻ ഒരിടയില്ലാതെയാണ്. ചിലയിടങ്ങളിൽ കളിക്കാൻ ഇടമുണ്ട്, കാട് വളർന്ന് നിൽക്കുകയായി. അങ്ങനെ പോരാ, അവിടെ നല്ല കളിയിടങ്ങൾ ഉണ്ടാകണം. അവർക്ക് അവരുടെ സർഗവൈഭവങ്ങളെ വളർത്തുന്നതിന് വേണ്ടി ഉള്ള ഇടങ്ങൾ ഉണ്ടാകണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ ഹോമുകൾ ചിട്ടപ്പെടുത്തപ്പെടുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മനോഹരമായി ഒരു ചിൽഡ്രൻസ് ഹോമിൽ ഒരു ടർഫ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് തവനൂരാണ് എന്നുള്ളത് വളരെ അഭിമാനവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. സംസ്ഥാനത്തുടനീളം എല്ലാ ചിൽഡ്രൻസ് ഹോമുകളിലും, അത് നമുക്കെല്ലാം പ്ലാൻ ഫണ്ട് കൊണ്ട് ചെയ്യാൻ കഴിയില്ല, CSR ഫണ്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് ഒന്നാം കേരള മോഡൽ. ഇപ്പോൾ ആരോഗ്യ രംഗത്ത് നോക്കിയാൽ നവജാത ശിശു മരണനിരക്ക് ഏറ്റവും കുറവ് രാജ്യത്ത് കേരളത്തിലാണ്. അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്പിലെ വികസിത രാജ്യങ്ങളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുന്നത്, അവരുടെ ഡേറ്റയുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുന്നത് അത് 1 2 കുറച്ച് വർഷങ്ങളിലോ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല, പതിറ്റാണ്ടുകളുടെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളത്. മാതൃമരണ നിരക്ക് ഏറ്റവും കുറവാണ്, ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന, അടുത്തിടെ രാജ്യത്തിന്റെ പരമോന്നത സുപ്രീം കോടതി കേരളത്തിന് പ്രത്യേകമായ ഒരു അഭിനന്ദനം നൽകിയിരുന്നു. ആരും മാധ്യമങ്ങളിൽ അത് കണ്ടു കാണില്ല, കാരണം നല്ല കാര്യങ്ങളൊന്നും ഇവിടുത്തെ മിക്ക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല. അതായത് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി ഒരു സ്റ്റേറ്റിന്റെ പ്രോജക്റ്റിനെ അഭിനന്ദിക്കുകയാണ്. എന്താണെന്നറിയോ? നമ്മുടെ കാവൽ പ്ലസ് എന്നുള്ള 2 പദ്ധതികൾ നമുക്കുണ്ട്. അതില് പ്രത്യേകമായി സുപ്രീം കോടതിയുടെ ജഡ്ജസ്, ആ ബെഞ്ച് നമ്മുടെ ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളോട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ നൽകാൻ ആവശ്യപ്പെട്ടു. എന്താണ് നിങ്ങൾ കാവൽ പ്ലസിലൂടെ ചെയ്യുന്നത്? അതായത് സാമൂഹികമായിട്ടുള്ള പുനരധിവാസം. ഈ ഓരോ കുഞ്ഞും നമുക്ക് വിലപ്പെട്ടതാണ്. ഓരോ കുഞ്ഞും ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ട് അവർ പൂർണ്ണമായി അവരുടെ പൂർണ്ണമായ വ്യക്തിത്വ വികാസത്തിന് വേണ്ടിയിട്ട് ഉതകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ്. അപ്പം സോഷ്യൽ റീഹാബിലിറ്റേഷൻ, സാമൂഹ്യ പുനരധിവാസം മികച്ച രീതിയിൽ സാധ്യമാക്കുന്ന സാമൂഹ്യ ക്രമവുമായി ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ പുനഃസംയോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാവൽ പ്ലസ്. ചടങ്ങിൽ ഡോക്ടർ KT ജലീൽ MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യപ്രഭാഷണവും നടത്തി. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ C രാമകൃഷ്ണൻ, തവനൂർ പഞ്ചായത്ത് അധ്യക്ഷ CP നസീറ, ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ ഇടശ്ശേരി, തവനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV ശിവദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CM അക്ബർ, CWC ചെയർമാൻ അഡ്വക്കേറ്റ് A സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ KV ആശാമോൾ സ്വാഗതവും തവനൂർ ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് N റസിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.